നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ ലോകകപ്പിന് ഫുട്ബോൾ ആരാധകർ ഖത്തറിലേക്ക് പറക്കാനൊരുങ്ങുമ്പോൾ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഖത്തർ എയർവേസ് ഒരുങ്ങുന്നത്. ലോകത്തെ പ്രധാന വിമാന കമ്പനികളിലൊന്നാണ് ഖത്തർ എയർവേസ്. 100-ലധികം വിമാനത്താവളങ്ങളിലേക്ക് പ്രതിദിനം സർവീസ് നടത്തുന്ന ഖത്തറിന്റെ ഈ കമ്പനി പുതിയ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. ഖത്തർ ലോകകപ്പ് കോവിഡ് കാല പ്രതിസന്ധികൾക്ക് ശേഷം ഖത്തർ എയർവേസിന് തിരിച്ചുവരവിനുള്ള അവസരം കൂടിയാണ് നൽകിയിട്ടുള്ളത്. അടുത്ത മാസത്തെ ആഗോള ഇവന്റിനായി ഏകദേശം 3 ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നും പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന തിരക്ക് മുൻകൂട്ടി കണ്ട് ഖത്തർ എയർവേസ് തങ്ങളുടെ തൊഴിലാളികളെ 10,000-ൽ നിന്നും 55,000-ലേക്ക് അധികമായി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തർ എയർവേസ് ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവാസികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണിത്. വിശദാംശങ്ങൾ ഇതെല്ലാമാണ്. 2021-ൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ എണ്ണം ഖത്തർ എയർവേസ് വെട്ടിക്കുറച്ചിരുന്നു. 37,000-ൽ താഴെയാണ് അന്ന് കുറച്ചത്. 33 നഗരങ്ങളിലേക്കായി സർവീസ് കുറയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഘട്ടങ്ങളായി തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ കമ്പനി. പുതിയ റിക്രൂട്ട്മെന്റ് 2 രാജ്യങ്ങളിലുള്ളവർക്കാണ് നേട്ടമുണ്ടാക്കുക എന്ന് ഖത്തർ എയർവേസ് വക്താവ് പറയുന്നു. ഒന്ന് ഇന്ത്യക്കാർക്ക് തന്നെ, മറ്റൊന്ന് ഫിലിപ്പീൻസിലും. ഒക്ടോബർ മാസങ്ങളിലും ധാരാളം റിക്രൂട്ട്മെന്റ് അവസരങ്ങളാണ് ഉണ്ടാകുന്നത്. നവംബർ 20-നാണ് ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ വേളയിൽ വൻതോതിൽ വിദേശികളെ ഖത്തർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന വേളയിൽ 70% സർവീസുകൾ ക്രമീകരിക്കാൻ ഖത്തർ എയർവേസ് തീരുമാനിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദോഹയിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തും. മറ്റു രാജ്യങ്ങളിലെ ചില സർവീസുകൾ കുറയ്ക്കും. ടിക്കറ്റ് വിൽപ്പന അടിസ്ഥാനമാക്കിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. മറ്റ് വിമാന കമ്പനികളും ഖത്തറിലേക്കുള്ള സർവീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദോഹയിലെ പഴയ വിമാനത്താവളം വീണ്ടും തുറക്കാൻ തീരുമാനിച്ചതും പ്രവാസികൾക്ക് വളരെയധികം ഗുണകരമാണ്. ലക്ഷക്കണക്കിന് പേർ ഖത്തറിലേക്ക് വരാൻ പോകുകയാണ്. സർവീസുകൾ ക്രമീകരിക്കുന്നത് വലിയ ദൗത്യമാണെന്ന് ഖത്തർ എയർവേസ് CEO അക്ബർ അൽ ബക്കർ പറഞ്ഞു. 12 ലക്ഷം പേർ ഫുട്ബോൾ സീസണിൽ ദോഹയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഡിസംബർ 18 വരെയാണ് മത്സരങ്ങൾ. അതേസമയം ഖത്തറിലേക്ക് മത്സരങ്ങൾ കാണുന്നതിന് എത്തുന്നവർക്ക് കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂർണമെന്റ് ടിക്കറ്റ് എടുത്തുന്നവർക്ക് മാത്രമാണ് നേരത്തെ പ്രവേശനം അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത വ്യക്തിക്ക് മറ്റു 3 പേരെ കൂടി ഖത്തറിലേക്ക് കൊണ്ടുവരാനുള്ള അനുമതിയും ഉണ്ടാകും. ബന്ധപ്പെട്ട നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഖത്തർ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി വരുത്തിയെന്നാണ് റിപ്പോർട്ട്. നവംബർ 20 മുതൽ ഡിസംബർ 18 വരെ ഖത്തറിലുടനീളം 8 അത്യാധുനിക സ്റ്റേഡിയങ്ങളിലായാണ് 2022 ലോകകപ്പ് നടക്കുന്നത്. ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ആവേശം വർദ്ധിക്കുകയും ടിക്കറ്റുകൾക്കായുള്ള കനത്ത ഡിമാൻഡും കൂടിയായതോടെ ലോകകപ്പ് വേളയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്ക് വന്നിറങ്ങുന്ന ആരാധകർക്കായി 30,000-ലധികം ആൾക്കാർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് താമസം, ഭക്ഷണം തുടങ്ങി അനുബന്ധ മേഖലകളിലൊക്കെ പ്രവാസികൾക്ക് വളരെയധികം ജോലി സാധ്യതകൾ നൽകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയും 2022 ലോകകപ്പിന്റെ CEO നാസർ അൽ ഖാദറും ഖത്തർ ലോകകപ്പ് എന്നെന്നും ഓർക്കാനുള്ള കായിക രംഗത്തെ എക്കാലത്തെയും മികച്ച പതിപ്പായിരിക്കുമെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.